നമുക്ക് നല്ലൊരു കടുകുമാങ്ങ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാവേ. നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ചമ്മന്തിയും അച്ചാറ് ഓംലെറ്റ് ആ ഒരു കോമ്പിനേഷനൊക്കെ അടിപൊളിയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇതിനാവശ്യമായിട്ടുള്ള മാങ്ങ ഞാനിവിടെ കഴുകി നല്ലപോലെ തുടച്ച് വെച്ചേക്കുകയാണേ, വെള്ളമില്ലാതെ. അപ്പോൾ ഇത് ഞാൻ തൊലിയോടുകൂടി തന്നെ മുറിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിതുപോലെ ചെറിയ പീസാക്കണേ. ഈ അച്ചാറൊക്കെ തന്നെ ആണേലും പല ടൈപ്പുണ്ട്. ചിലതാണെങ്കിൽ നല്ല വീതിയിൽ അരിഞ്ഞിട്ട് നമ്മൾ വെയിലത്തൊക്കെ വെച്ചു ഒന്ന് വാട്ടിയെടുത്തിട്ട് അച്ചാറുണ്ടാക്കത്തില്ലേ, ഓരോന്നിനും ഓരോ ടേസ്റ്റ് കിട്ടും. ഞാൻ പല ടൈപ്പ് അച്ചാർ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാങ്ങ, നാരങ്ങ, ബീട്രൂട്ട്, നെല്ലിക്ക, ഇതിൻ്റെയൊക്കെ അച്ചാറുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മാങ്ങ തന്നെ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് അല്ലേ. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കണേ. മാങ്ങയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലൊരു പീസ് ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് ചെറുതായിട്ട് അരിയണേ. ഞാൻ വേറെ പ്ലേറ്റ് ഒന്നും എടുത്തില്ല, ഇതേ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഒരു 4 പച്ചമുളക്, ഇത് എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പം 4 അത്, പിന്നെ ഒരു 10-20 വെളുത്തുള്ളി അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടുക് ആ മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ആ ഒരു തൊലിയൊക്കെ ഇളകി അങ്ങനെ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ള പൊടിയായത് കേട്ടോ. നമ്മളിവിടെ ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് നമ്മൾ വേറെ ചതച്ച് വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു സ്വല്പ കടുകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇപ്പൊ ഒരു സ്വല്പം ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ, ജസ്റ്റ് അതിന്റെ ഒരു റോട്ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതിനകത്ത് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് ട്രൈ ആകണം എണ്ണയെ കിടന്നിട്ടേ, കാരണം ഇത് കേടാകാൻ പാടില്ലല്ലോ. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. കറിവേപ്പിലയുടെ വെള്ളം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണേ. ഞാൻ ഇതിനകത്ത് ചില്ലി പൗഡർ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെങ്കിൽ ചില്ലി പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളക് ഇട്ടിട്ടില്ലേ, അപ്പോൾ പിന്നെ കുറച്ച് അതിൻ്റെ എരിവുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് എരിവ് ഞാൻ ഇടുന്നില്ല. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾ. മാങ്ങയിലൊന്നും നമ്മൾ ഉപ്പിട്ടിട്ടില്ലേ, അപ്പം നമ്മൾ ഉപ്പ് ചേർത്തോണേ. മാങ്ങയിൽ ഉപ്പിട്ട് കുറച്ച് നേരമൊക്കെ വെച്ചിട്ടല്ലേ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അങ്ങ് ചെയ്യുകയാണ് എല്ലാവേ. ഇനി നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്വല്പം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഉണ്ടല്ലോ ഈ കടുകും ഉലുവയും കൂടെ ആ പൊടിയും കൂടെ ഞാൻ അങ്ങ് ആഡ് ചെയ്യുകയാണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കണേ. ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ, അപ്പൊ അതിനകത്തിരുന്ന് ഒന്ന് വാടിക്കുള്ളത്. ഞാനല്ലാതെ ഇത് തിളപ്പിക്കുന്നൊന്നുമില്ല. വിനിഗർ ഇതിനകത്ത് ചേർക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ 1 സ്പൂൺ വിനിഗർ ചേർക്കുക. അത് മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം വിനിഗർ ചേർക്കാനേ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വിനിഗർ ചേർക്കുന്നുണ്ട്. ഇത് ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കുക. ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടമേ, ഇങ്ങനെ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതിരിക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ ഒരു സ്വല്പം വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചൊന്ന് അയഞ്ഞിരിക്കുവേ. അതിഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ഉപ്പൊക്കെ നോക്കിക്കോണേ, പിന്നെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കടുമാങ്ങ റെഡിയായി. ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ 2-3 ദിവസം ഇത് പുറത്ത് വെച്ചേക്കണം. പുറത്ത് വെച്ചതിന് ശേഷമേ ഫ്രിഡ്ജിലോട്ട് കയറ്റാവുള്ളൂ. ഇതിപ്പോൾ ഉടനെ ഞാൻ കുപ്പിയിലൊന്നും കയറ്റുന്നില്ല കേട്ടോ. ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടും. എന്നിട്ടേ ഞാൻ ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി വെക്കത്തുള്ളൂ. അന്നേരം ഞാൻ കാണിക്കാം കേട്ടോ. നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം ഇതിനകത്ത് ഒഴിക്കാം. ഇതുപോലെ ഒരു ബൗളിലോട്ട് നമുക്കങ്ങ് മാറ്റാവേ. ഈ കടുകൊക്കെ നമ്മളിങ്ങനെ ചതച്ചിട്ടേക്കുന്നതല്ലേ, ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞേ എടുക്കാവുള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുക്കരുത്, കാരണം അതിന്റെ എല്ലാ ആ ഒരു മസാലയെല്ലാം ഇതിനകത്ത് പിടിച്ച്. കാരണം മാങ്ങയൊന്നും ചൂടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, മസാല മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇടുകയല്ലേ. അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റായി വരെ കുറച്ച് ദിവസം എടുക്കുവേ. പിന്നെ അച്ചാർ ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനകത്ത് ആ ഒരു എയറിന്റെ ആ ഒരു ഇത് വരരുത്. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെക്കാവുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്